നമ്മളെല്ലാ ആളുകളും ഒരു സെയിൽസ് ഫണലിൻ്റെ ഉള്ളിൽ ഉള്ള ആളുകളാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പേര് വിശ്വസിക്കും? എക്സാമ്പിളായിട്ട് നമ്മളൊരു ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയം അല്ലെങ്കിൽ നമ്മളൊരു ഓഫർ കണ്ടിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ആ സൈറ്റിലോട്ട് നമ്മൾ വിസിറ്റ് ചെയ്യാം. ഇതൊക്കെ ഒരു സെയിൽസ് ഫണൽ സ്റ്റേജസ് ആണ്, അല്ലെങ്കിൽ ഒരു സെയിൽസ് ഫണലിൻ്റെ ഒരു പാർട്ടായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. ഇതിനൊക്കെ പിന്നിലൊരു സെയിൽസ് ഫണൽ ആക്ച്വലി വർക്ക് ചെയ്യുന്നുണ്ട്. ഈ സെയിൽസ് ഫണൽ എന്ന് പറയുമ്പോൾ മെജോറിറ്റി ആൾക്കാരെ മൈൻഡിൽ, പ്രത്യേകിച്ച് മാർക്കറ്റേഴ്സ് സെയിൽസിലൊക്കെ ഉള്ള ടീമിൻ്റെയൊക്കെ മൈൻഡിലൊക്കെ ഭയങ്കര എന്തോ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഷേപ്പ്, അല്ലെങ്കിൽ അതിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റേജസ്, കുറച്ച് ഇംഗ്ലീഷ് ടേം വേർഡ്സുകളൊക്കെ അതിൽ വരുന്നുണ്ട് എന്നുള്ള രീതിയിലാണ്. അങ്ങനെയൊന്നുമല്ല, ഭയങ്കര സിമ്പിളാണ്. നിങ്ങൾ റിലാക്സ് ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനെക്കുറിച്ചിട്ട് സിമ്പിളായിട്ട് നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തരാം. ബിഫോർ ദാറ്റ്, ഐ ആം ഫാസിൽ ഉമർ. ലാസ്റ്റ് 10 yearsോളായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ഇൻഡസ്ട്രിയിൽ ഞാനുണ്ട്. വലിയൊരു ടീമിനെയും കൂടി ലീഡ് ചെയ്യുന്നുണ്ട്. I am a senior mentor of DEXTA Academy. In this video, I will talk about what is sales funnel, how it is working, what is sales funnel. Sales funnel actually നമുക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഐസ്ക്രീമിൻ്റെ ഷേപ്പിലാണ് ആക്ച്വലി ഇത് വരുന്നത്. മുകളിലൊരു കർവ് ആയിട്ടുള്ളതും പിന്നീട് അങ്ങോട്ട് കൂർത്ത് വരുന്ന മോഡലാണ് ഇതിൻ്റെ ഷേപ്പ് എന്ന് ആക്ച്വലി ഉള്ളത്. എന്താണ് ഇതിൻ്റെ ഉള്ളിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കസ്റ്റമറുടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഓരോ സ്റ്റേജസ് ആണ്, അല്ലെങ്കിൽ ഒരു കസ്റ്റമറുടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു ബൈയിങ് ജേണിയാണ് ആക്ച്വലി ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഒരു കസ്റ്റമർക്ക് ഒരു പ്രോബ്ലം ഉണ്ടായത് മുതൽ ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ ആയിട്ടുള്ള ആ പ്രൊഡക്റ്റ് ഓർ സർവീസ് അയാൾ ബൈ ചെയ്തിട്ട് വീണ്ടും റീറ്റേൺ ആയിട്ട് അയാൾ ബൈ ചെയ്യുന്ന ഒരു ടോട്ടൽ പ്രോസസ്സ് നടക്കുന്ന ഐസ്ക്രീം ഷേപ്പിൽ വരുന്ന ഒരു കാര്യമാണ് സെയിൽസ് ഫണൽ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് കോംപ്ലിക്കേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരൊറ്റ എക്സാമ്പിൾ പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ ഫിനിഷ് ചെയ്യാം. വളരെ സിമ്പിളായിട്ടുള്ള എക്സാമ്പിളാണ്. നിങ്ങൾ ഭയങ്കര വിശന്നിട്ട് ഒരു ടൗണിലൂടെ നടക്കുകയാണ്. അപ്പോൾ നല്ല ഇൻറ്റീരിയറിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബർഗറിൻ്റെ ഷോപ്പ് കാണും. സോ നിങ്ങൾക്ക് പെട്ടെന്ന് അറ്റൻഷൻ വന്നു, നിങ്ങൾ ആ ബർഗർ ഷോപ്പിലോട്ട് എൻ്റർ ചെയ്തു. ആ ബർഗർ ഷോപ്പിൽ എൻ്റർ ചെയ്തിട്ട് നിങ്ങൾ അവിടെ എന്ത് ചെയ്തു? നിങ്ങൾ അവിടെ ഒന്ന് അത്യാവശ്യം റിലാക്സ് എൻഗേജഡായി, നല്ല ആംബിയൻസ്, നല്ല അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു ബർഗർ ഷോപ്പായിരുന്നു അത്. സോ അവർ മെനു കൊണ്ടുവന്നു. നിങ്ങൾ ആ മെനുവിൽ പ്രൈസ് വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്തു. പ്രൊഡക്റ്റ് കമ്പയർ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ അതിലൊരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തു. നിങ്ങൾ അവിടെ നിന്ന് ബർഗർ കഴിച്ച് നിങ്ങൾ അവിടെ നിന്ന് പേ ചെയ്ത് കഴിഞ്ഞ് ഇറങ്ങി ഉടനെ നിങ്ങൾക്കത് ഭയങ്കര ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് തോന്നി. സോ നിങ്ങൾ അവിടെ വീണ്ടും പോകാനുള്ള സാധ്യത അവിടെ ഉണ്ടാവുകയാണ്. ദാറ്റ് ഈസ് സെയിൽസ് ഫണൽ. ഇനി ഈ ഒരു കാര്യത്തിൽ ഒരിക്കലും നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആവരുത്. ഇത് നമ്മുടെ ഡിജിറ്റൽ സെയിൽസിൽ ഇതിനെക്കുറിച്ച് പല രീതിയിലുള്ള എക്സാമ്പിൾസും ഈ സെയിൽസ് ഫണലിൽ എങ്ങനെ നിങ്ങളെ കസ്റ്റമറെ അവിടെ കൺവിൻസ് ചെയ്യിപ്പിക്കണം, സെല് ചെയ്യിപ്പിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നമ്മുടെ പെയ്ഡ് ആയിട്ടുള്ള കോഴ്സ് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും അവൈലബിൾ ആണ്. ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. നെക്സ്റ്റ് വീഡിയോസിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സെയിൽസ് മെസ്സേജ് എങ്ങനെ കസ്റ്റമർ മൈൻഡിൽ വർക്ക് ചെയ്യുന്നു, എങ്ങനെ നല്ലൊരു സെയിൽസ് മെസ്സേജ് നമുക്ക് വാട്സപ്പിലൂടെയും പല ഡിജിറ്റൽ മീഡിയാസിലൂടെ നമുക്ക് അയക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ നല്ലൊരു ഫ്രണ്ടിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സീ യു ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ്.